വെൽക്കം ബാക്ക് ടു സകുടുംബ വ്ളോഗ്സ്. സകുടുംബ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നാളെ കഴിഞ്ഞല്ലേ ഓണം. അപ്പോൾ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് ഉപ്പേരി വറുത്താലോ. എങ്ങനെയാണ് നമ്മൾ ഉപ്പേരി വറുക്കുന്നതെന്നും ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതും ഒക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഓണത്തിന്റെ ആദ്യത്തെ പരിപാടിയായ ഉപ്പേരി വറുക്കലിലേക്ക് പോകാം. ഹലോ മക്കളെ, ഓടി വാ. ഞാനിവിടെ ഉപ്പേരിക്ക് അരിയുവാണേ. ഞാൻ ഉപ്പേരിക്കായിരുന്നു, അച്ഛൻ ശർക്കര വരട്ടിക്കായിരുന്നു. അച്ഛൻ അരിയുന്ന അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറയാ ശർക്കര വരട്ടിക്ക് ഞാൻ അരിയുവാണേ. വറക്കാൻ പോവാ, ഞാൻ ഉണ്ടാക്കാൻ പോവാ. ഉപ്പേരി അരിയുന്നവരല്ല, ഉപ്പേരി അരിയുന്നത് വേറെ, ശർക്കര വരട്ടി വേറെ. അതെങ്ങനെ അരിയുന്നേ? അരിയുന്നേ ഉപ്പേരിക്ക് കനം കുറച്ച്, ശർക്കര വരട്ടിക്ക് ഒരു 1/2 ഇഞ്ച് കനത്തില് 1/2 ഇഞ്ച് കനത്തിൽ അരിയും. വറുത്തിട്ട് ബാക്കി ഞാൻ കാണിക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിയുവാണ്. അതിന്റെ കൂട്ടൊക്കെ ഉണ്ട് അതിനകത്ത്. ശർക്കര ഉണ്ടാകുന്ന കൂട്ടമില്ലേ, അതൊക്കെ പയ്യെ പയ്യെ ഉണ്ടാക്കുമ്പോ നമുക്ക് കാണിക്കാം. ഞാൻ കാണിച്ചു തരാവേ. മക്കളെ എല്ലാരും കാണണം കേട്ടോ. അച്ഛനെ കണ്ടില്ല എന്ന് എല്ലാരും പറയത്തില്ലേ. അച്ഛനെ ഇന്ന് കണ്ടു. അച്ഛൻ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഇന്ന് വരെ അമ്മ ചോദിച്ചിട്ടില്ല, അച്ഛനാ ചോദിച്ചേക്കുന്നത്. ഉപ്പേരി വറുത്തിട്ട് വേണം എനിക്ക് ഇനി നാരങ്ങ അച്ചാറ് വെക്കാനുണ്ട്, കാളം വെക്കണം, എന്തെല്ലാം പണിയറിയാം എനിക്ക്. ഇഞ്ചിക്കറി വെക്കണം, മാങ്ങാക്കറി വെക്കണം. ഒന്ന് സദ്യ മുഴുവൻ ഉണ്ടാക്കുന്ന അച്ഛനാണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ശർക്കര വരട്ടിക്കുള്ള ഉപ്പേരി വറുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടാണ് ശർക്കര പാനിയാക്കിയിട്ട് അച്ഛനാണ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ കാണിക്കാവേ. അമ്മ വേണ്ട ഉപ്പേരിക്കുള്ളത് അരിയുവാണ്. അരിഞ്ഞരിഞ്ഞൊരു ലെവലായി കഴിയുമ്പോഴത്തേക്കിനും നമ്മളിതെല്ലാം കൂടെ കൊണ്ടുപോയി കൂട്ടിയിട്ട് വറക്കും. അവസരം നമ്മൾ ഉപ്പേരി വെറുത്തതും ശർക്കര വരട്ടിയും അല്ലേ കുറിക്കും. നാളെ നമുക്കൊരു കല്യാണമുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കിടന്ന് തകൃത പണിയായിരിക്കും. നാളെ കല്യാണത്തിന് പോകുമ്പോൾ മറക്കാനൊന്നും പറ്റത്തില്ല. എന്തോ എണ്ണ കൊണ്ടുവരാ, അതുകൊണ്ടാണ് ഇന്ന് വെക്കുന്നത്. അല്ല പിന്നെ നാളെ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വന്നാൽ ക്ഷീണമാണ്. ഗ്യാസല്ലോ, ചില്ലറ ഗ്യാസ് അല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. സൺഫ്ലവർ ഓയിലിനും വില കൂടി, ഡിമാൻഡ് കൂടിയപ്പോൾ സൺഫ്ലവർ ഓയിലിനും വില കൂടിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലിനകത്താണ്. അപ്പം അച്ഛനാണ്ടെ എണ്ണ കൊണ്ടുവരാൻ പറഞ്ഞു. അബി ഉരുളി വെച്ചു, താണ്ട തീ പിടിപ്പിക്കുന്നു, ഉരുളി വെച്ചു. ഇരുട്ടാണെങ്കിലും നമ്മൾ എമർജൻസി ലൈറ്റ് കത്തിച്ച് വെച്ചാണ് ഇവിടെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത്. നിങ്ങൾ ആ ഒരു ഇത് മനസ്സിലാക്കണം. നമുക്കിവിടെ വെട്ടത്തിന് കുറവുണ്ട്. ഇവിടെ എണ്ണ ഒഴിക്കുവാണ്. അതെ, പകലച്ഛന് നേരമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ രാത്രിയിലാണ് ഉപ്പേരി വറക്കലൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പകൽ വെളിയിൽ അടുപ്പ് കൂട്ടി വറക്കുന്നത് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോ ചെയ്യാൻ പറ്റും, ഒന്നും നടന്നില്ല. അച്ഛൻ തിരക്കായിരുന്നു, അച്ഛൻ ലോട്ടറി കച്ചവടമാണ്. അതെ, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഉള്ളൂ. രാത്രി ആയാലും എന്താ, നമ്മൾ ഫുൾ ഓണല്ലേ. നമ്മൾ ഫുൾ ഓണം. അച്ഛന് രാത്രി ഉറക്കളയാ. എല്ലാം ചെയ്യണ്ടേ. ഉപ്പേരി വറക്കണം, മാങ്ങാച്ചാർ വെക്കണം, നാരങ്ങാച്ചാർ വെക്കണം, പുളിശ്ശേരി ഉണ്ടാക്കണം. നാളെ എല്ലാരും എന്നോട് കഴിക്കാൻ വരുവോ? നാളെ കല്യാണത്തിന് പോവല്ലേ? നാളെ കല്യാണത്തിന് പോയിട്ട് നാളെ എല്ലാരും എന്നോട് വരണം കഴിക്കാനായിട്ട്. ഉപ്പേരി വറക്കുന്നു, ഓണം നമുക്ക് പൊടി പിടിക്കണ്ടേ. വേണം വേണം. അപ്പൊ അച്ഛൻ്റെ കൂടെ എല്ലാ മക്കളും വരണം കേട്ടോ. അതുപോലെ തന്നെ അച്ഛന്റെ ഓണാശംസകളും എല്ലാവർക്കും തരുന്നു. ശർക്കര വരട്ടിക്കുള്ള വറക്കാൻ പോവാണ്. ഇനി എണ്ണ ചൂടായി വരണം കണ്ട വലിയൊരു വിറകാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത്യാവശ്യമുള്ള വിറകൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി. അപ്പോൾ ഇനി എണ്ണ ചൂടായി വരട്ടെ. ഞാൻ എണ്ണ അടുപ്പേ കിടന്ന് മൂത്തപ്പോഴത്തേക്ക് ഞാൻ ഏത്തേക്കാ ഇട്ടു. അതെ, നാളത്തെ കല്യാണത്തിന് വേണ്ടി ഇച്ചിരി തേക്കാനുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ പുറകെ പോയ കാരണം എനിക്കത് എടുക്കാൻ പറ്റിയില്ല. തേണ്ട എണ്ണയ്ക്കകത്ത് കിടന്ന് ഇനി ഇത് നല്ലപോലെ അല്ലേ മൂത്ത് വരണം. മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. അതെ, അച്ഛനെയും കണ്ടോ അമ്മയും കണ്ടോ എല്ലാരെയും കണ്ടോളാം. അതെ, എല്ലാവരും കാണും. അപ്പൊ അച്ഛൻ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതെ, ഓണം നമ്മൾ അടിപൊളിയാക്കുക. അതെ. അപ്പൊ ഇതിപ്പോ നമ്മള് ശർക്കര വരട്ടിക്കുള്ള ഉപ്പേരി അച്ഛൻ അടുപ്പിട്ടേക്കുക. ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്, ശർക്കര വരട്ടിക്കല്ലേ. ശർക്കര വരട്ടിക്കുള്ള ഏത്തക്കയാണ് നമ്മുടെ ഈ കിടക്കുന്നത്. ഇനി നല്ല ഇളക്കണോ ചെങ്ങനെ? അത് ഇല്ല, ഇളക്കാറായിട്ടില്ല. അപ്പൊ ഇതിനകത്ത് കിടന്ന് എണ്ണക്കകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് ശരിയായി കഴിയുമ്പോഴേ ഇളക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. പാതി വേവ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇളക്കുകയാണെങ്കിൽ അത് ഏത്തക്ക പൊടിഞ്ഞു പോകും. അപ്പൊ അതിനൊരു പരുവമുണ്ട്, ആ പരുവം കഴിയുമ്പോഴേ ഇളക്കാൻ പറ്റത്തുള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് കനം വരട്ടെ. അപ്പോഴത്തേക്കിനും നമുക്ക് അമ്മ അരിയുന്ന ഉപ്പേരിയുടെ അവസ്ഥ എന്തായിരുന്നു. ഇനി തീരാറായില്ലേ പപ്പിനിക്കുട്ടി? ഞാൻ ഏത്തക്ക അരിയുമായിരുന്നു. ഇനി അത് അരിഞ്ഞ് വേണം അങ്ങോട്ട് കൊടുക്കാൻ. അച്ഛനോട് ഓരോന്നോരോന്ന് വറുത്തോണ്ടിരിക്കുന്നത് അരിഞ്ഞ് അങ്ങോട്ട് കൊടുക്കണം. ഭയങ്കര ഉഷാറില്ല. ഭയങ്കര
ചാട്ടമാ എന്നാന്നറിയത്തില്ല. ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയും കൂടെ കണ്ടപ്പോൾ അച്ഛൻ ഒന്നും കൂടെ അങ്ങ് സന്തോഷമായി. അതാണ് അച്ഛൻ ഇത്ര ചാട്ടം. ഓണത്തിന്റെ ഗിഫ്റ്റ് ഇത് കിട്ടി എനിക്ക്. നമ്മുടെ UAയിലുള്ള ഉണ്ണിമായ എന്ന് പറഞ്ഞ മോളാണ് എനിക്കത് അയച്ചു തന്നെ. 2 സാരി, ഒരു സെറ്റ് സാരി, പിന്നെ അല്ലാത്തൊരു കോട്ടൺ സാരി. അഡ്രസ്സ് കിട്ടിയത് നമ്മുടെ ബയോയിലുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചു എങ്ങനെ അഡ്രസ്സ് കിട്ടിയത്, നിങ്ങൾ തന്നെ അയച്ചിട്ട് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാണോ? നല്ല, നമ്മുടെ യൂട്യൂബിൻ്റെ ബയോയിൽ ഓൾറെഡി അഡ്രസ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് കൊടുത്ത കാര്യം. അതുകൂടാണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ണിമായ എന്ന് പറഞ്ഞ ചേച്ചി മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മയുടെ നമ്പർ ഒരു തവണ കൊടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 2-3 പ്രാവശ്യം എനിക്ക് മെസ്സേജ്. പക്ഷെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് അയക്കുമെന്നുള്ള കാര്യത്തെ പറ്റി ഒന്നും ആ ചേച്ചി പറഞ്ഞില്ല. അമ്മയുടെ നമ്പർ തരണം, ഇത് വിളിച്ചിട്ട് നാട്ടിൽ വരുമ്പോ അമ്മയുടെ അടുത്ത് വരാനാന്ന് പറഞ്ഞു. ഞാൻ എന്നെ മോളെ വിളിച്ചിട്ട് മോളെ എപ്പോ വേണേലും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ വീഡിയോ ഷോട്ട് ഇട്ടപ്പോൾ ആ ചേച്ചി മെസ്സേജ് അയക്കുമായിരുന്നു ചെയ്ത്, അമ്മയെ ഞാൻ അയച്ചതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചിക്ക് ഒത്തിരി നന്ദി, ഒരുപാട് സന്തോഷമുണ്ട്. അത് ഇവിടെ എല്ലാവർക്കും, എൻ്റെ മക്കൾക്കും അച്ഛനും എല്ലാവർക്കും അത് കണ്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു സമ്മാനം കിട്ടിയല്ലോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, അമ്മ കിട്ടിയോ, ഈ ഓണത്തിന് മുന്നേ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ പെട്ടെന്ന് അയപ്പിച്ചതാ. അത് UAE നിന്നുകൊണ്ട് ഇവിടെ ഉള്ളവരോട് പറഞ്ഞ് അയപ്പിച്ചു തന്നാ എനിക്കത്. അല്ലാതെ നമുക്ക് വേറെ ആരും, നമ്മുടെ മക്കൾ അയക്കാനാണ്, എൻ്റെ മക്കൾക്ക് അങ്ങനെ അയക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കൈ കൊണ്ട് തരാനുള്ളേ ഉള്ളൂ. അതൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അതൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ടേ. ഇപ്പോൾ തേണ്ട തികൃത അരിയലും പരിപാടിയൊക്കെ നടക്കുവാണ്. അപ്പോൾ അച്ഛൻ അവിടെ ചക്രവരുത്തിക്കുള്ള ഏത്തയ്ക്ക എണ്ണയിലിട്ടായിരുന്നു. അപ്പോൾ അതെന്തായി നമുക്ക് പോയിട്ടൊന്ന് നോക്കാം. അപ്പം എൻ്റെ കയ്യിലിരിപ്പുണ്ട് ആള്. പക്ഷേ എൻ്റെ കയ്യിലിരുന്നുകൊണ്ട് എന്നൊക്കെ മൂളുന്നുണ്ട്. എൻ്റെ കയ്യിലിരിക്കുവാ. അച്ഛൻ്റെ കൈ പോകത്തില്ല, കൊച്ചിൻ്റെ കൈ പോകത്തില്ല, ആരുടെ കയ്യിലും പോകത്തില്ല. പഴക്കാളി അവൻ ഇങ്ങനെ കയ്യിലിരിക്കണം. കൊണ്ടു ഭയങ്കര ബെഗിളി ചെറുക്കനാണ് ഇപ്പം. അന്ന് വന്ന അപ്പം ബാക്കി നമുക്ക് നോക്കാവേ. എന്റെ ചെറുപ്പകാലത്തില് ഒരു ഉപ്പേരി, ഓണത്തിന് ഒരു ഉപ്പേരി കഴിക്കാനായിട്ടും കഴിക്കാനായിട്ടും ഒക്കെ ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ മക്കളും നമ്മുടെ ഓണത്തിന് വരുക. അതെ, എല്ലാവർക്കും ഓണസദ്യ തരും ഞാൻ. ആര് വന്നാലും ഓണസദ്യ തരും. ഓണസദ്യ നാളെ കഴിഞ്ഞാൽ നമുക്കുള്ളത്. നാളെ നമുക്ക് വേറെ സദ്യയാണ്. നാളെ കല്യാണമാണ്, കല്യാണ സദ്യ. കല്യാണത്തിന് പോവാണ്. ഞങ്ങൾ അമ്മാമ്മ കൊടുക്കാൻ പോവാ. അതെ, ഞായറാഴ്ച അമ്മാമ്മ കൊടുക്കും. ഗുരുവായൂർ വരാണെങ്കിൽ ഞങ്ങൾ എല്ലാരെയും കാണാം. അതെ, 7-ാം തീയതി ഗുരുവായൂർ വരാമെങ്കിൽ ഞങ്ങൾ എല്ലാരെയും കാണാം. ഞങ്ങൾ 7-ാം തീയതി ഗുരുവായൂർ അമ്മയെ കാണാം. അതെ, ഞങ്ങളുടെ പൊന്നാരി മോനെ കാണാം. അതെ, എല്ലാരെയും കാണാം. സകുടുംബത്തിനെ കാണണമെങ്കിൽ ഞായറാഴ്ച ഗുരുവായൂർ വരും. ചക്കവട്ടിക്കുള്ള സാധനം ഞാൻ കോരുവാണ്. ഓക്കെ, മൂത്തു നല്ലതുപോലെ കണ്ടോ. മൂത്തു ചുമല കളർ വന്നില്ലേ, ഞാൻ കോരുവാണ്. ഇത് കഴിയുമ്പോൾ ഉപ്പേരിക്കുള്ള, ഇതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ ഒരു പരുവം വരുന്നിടം വരെ ഉപ്പേരിക്ക് നമ്മൾ കോരാൻ പോഞ്ഞു. അതെ, ഉപ്പേരിക്കുള്ളത് ഇടാൻ പോകും. അതായത് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞത് മൊത്തം അമ്മ ഒറ്റയ്ക്ക് അരിഞ്ഞാണ്. ചക്കവട്ടി നമ്മൾ കോരുവാണ്. ഈ ചക്കവട്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോ കോരി എടുക്കുവാണ്. ഇത് കോരുന്നുള്ളൂ, വറുത്ത് കോരുന്നേ ഉള്ളൂ. അതിനകത്ത് ശർക്കര പാനി ആക്കിയിട്ട് അതിനകത്ത് എല്ലാം ശരിയാക്കാനുണ്ട്. കാണിച്ചു തരാം. ഞങ്ങൾ ഉപ്പേരി വറക്കുവാണ്, ആഴത്ത് ഇടാൻ പോവാണ്. ഇന്ന് രാത്രി മൊത്തം ഞങ്ങൾക്ക് ഉറക്കളയാ. അച്ഛൻ ഇപ്പൊ തന്നെ അച്ഛൻ പകുതി ഉറക്കത്തില്ലേ. നമ്മൾ ഉപ്പേരി വെക്കണം, അച്ചാറ് വെക്കണം, എന്തെല്ലാം പണിയുണ്ടെന്ന് അറിയാം നമുക്ക്. എല്ലാ പണിയും ഞങ്ങൾ ഇന്ന് ചെയ്യും കേട്ടോ. നാരങ്ങാച്ചാറ് വെക്കണം, ഇഞ്ചിക്കറി വെക്കണം. ഇഞ്ചിക്കറി നാരങ്ങാച്ചാറ് ഞങ്ങൾ നാളെ വെക്കുന്നുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഉപ്പേരി വറക്കുവാണേ, ഉപ്പേരി ഇടുവാണ്. കണ്ടോ വറുത്ത് കോരി വെച്ചേക്ക് കണ്ടോ. ഒരു സെറ്റ് ഞങ്ങൾ വേണ്ട വറുത്ത് കോരി വെച്ചേക്കുക ഉണ്ടോ. ഇത് വറക്കാനുള്ളത് ആണ്ട് പറന്നുകൊണ്ടിരിക്കുന്നത്. ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് അവിടെ ഇപ്പോൾ ഒരടുപ്പേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വലിയ ഉരുളി വെച്ചേക്കുന്നുണ്ട്. അകത്ത് ഗ്യാസിലാണ് നമ്മൾ ശർക്കര വെട്ടുന്നത്. ഉണ്ടാകുന്ന ശർക്കര ഉരുക്കുകയാണ്. ഓണത്തിന്റെ വിഭവം ഉപ്പേരി ആയത് വേണ്ടേ, എല്ലാ മക്കൾക്കും തരാവാണേ. അമ്മ ആദ്യം എടുത്ത് ചോദിച്ചോ. അച്ഛന്റെ സമ്മാനമാണ് ഓണത്തിന്റെ വിഭവം. അതെ, ഉപ്പേരി. ആയുവാ ഉപ്പില്ലേ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല ചൂടുണ്ട്. കുഞ്ഞു അരഞ്ഞ കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ശർക്കര വരന്ന് വന്നപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന കായ ഇട്ടു. അതിനകത്തേക്ക് പിന്നെ എന്നാ ചേട്ടത് പഞ്ചസാര ഇട്ടു. പിന്നെ ഇച്ചിരി എന്നാ ജീരകപ്പൊടി ഇട്ടു. പിന്നെ ചുക്കുപൊടി ഇട്ടു. എന്നിട്ട് അച്ഛൻ മിക്സ് ചെയ്യുവാണിപ്പം.
നേരത്തെ ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുവാണ്. ഇനി ഇത് നല്ലപോലെ കട്ടിയായി സെറ്റായി പിടിക്കണം. പിടിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ശർക്കര വരട്ടി റെഡി ആവുന്നത്. ഇതാണ് ഓണത്തിന്റെ അച്ഛൻ വറുത്ത ഉപ്പേരി. ശർക്കര വരട്ടി ചിരിക്കാ ഒറ്റ കലിപ്പിലാന്ന് അച്ഛൻ ഉറക്കം വന്നിട്ട്. അതെ, ഒരു വെളുപ്പിന് എഴുന്നേക്കുന്നതല്ല അച്ഛനെ, വെളുപ്പിന് പോകാൻ വേണ്ടി ഞാൻ 5 മണിയാകുമ്പോൾ എണീക്കുന്നതാ. അതിന്റെ ഒരു ക്ഷീണമുണ്ട്. അതെ, ഇനിയിപ്പൊ നാളെ ഇനി ഒരാഴ്ച തന്നെ ഇല്ല. കാരണം നമുക്ക് ഫുൾ ഓണത്തിന്റെ തിരക്ക്, കുഞ്ഞിന്റെ ചോറ് കൊടുപ്പ്, അതെല്ലാം കൂടി ഇനിയില്ല. അപ്പം വേണ്ട ഉപ്പേരി വായി, ശർക്കര വരട്ടി വായി, കളിയടയ്ക്ക വറക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഉടനെ വറക്കുന്നാണ്ട് അടുത്ത സെറ്റ് ഉപ്പേരി. അത്രയല്ല, ഇത്രയും ഉണ്ട് കേട്ടോ. കഴിച്ചു കാണിച്ചമ്മ കിലുകിലാന്ന് കേട്ടോ. ഒച്ച കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഞാൻ കഴിച്ചു കാണിക്കാം. അയ്യവാ കിലുകിലാന്നല്ലേ. കറുമുറ അച്ഛൻ കഴിച്ചാ? കറുമുറ. അതെ, ഓണത്തിന്റെ ആദ്യത്തെ പടി നമ്മൾ കടന്നു. ബാക്കി എല്ലാം നമ്മൾ ഇനി ഉത്രാടത്തിനാണ്. മക്കളെല്ലാരും വന്നു. വേണ്ട അച്ഛൻ വറുത്ത ഉപ്പേരിയും അതേപോലെ തന്നെ ശർക്കര വരട്ടിയും കൂട്ടി നമുക്ക് സദ്യ തിരുവോണത്തിന് അടിപൊളിയായിട്ട് അല്ലേ അമ്മേ കഴിക്കാം. അതെ, അതും കാണിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓണ ആശംസകൾ ആദ്യം തന്നെ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഉപ്പേരിയും ശർക്കര വരട്ടിയും ഒക്കെ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ.